വാർത്തകൾ വിശദമാകുമ്പോൾ പശ്ചിമേഷ്യയിലേക്ക് തന്നെയാണ് ആദ്യം. യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടന്നതോടെ നിലപാട് കടുപ്പിച്ച് ഇറാനും അമേരിക്കയും. ഇറാനിൽ 1700-ലധികം സ്ഥലങ്ങളിൽ മിന്നലാക്രമണം നടത്തിയതായി US. ഇസ്രായേലിലും ഗൾഫിലെ US കേന്ദ്രങ്ങളിലും ശക്തമായ തിരിച്ചടി നൽകിയെന്ന് ഇറാനും അറിയിക്കുന്നു. സൈപ്രസിന്റെ സുരക്ഷയ്ക്ക് യുദ്ധക്കപ്പൽ അയക്കുമെന്ന് ബ്രിട്ടൻ. എന്നാൽ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്നും തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, ഇരു രാജ്യങ്ങളും അതായത് USഉം ഇറാനും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് അറിയിക്കുന്നു. ആക്രമണം കൂടുതൽ വ്യാപിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം കടുക്കുന്നു. 1700-ലധികം സ്ഥലങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ആക്രമണം നടത്തിയെന്ന് അമേരിക്ക പറയുമ്പോൾ എത്ര വലിയ നാശത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നതെന്ന് അറിയാം. എവിടെയും ഒരു സമാധാന ചർച്ചകളുടെ ശബ്ദം പോലും ഉയരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഇത്തരം ദുരന്ത വാർത്തകൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജിൽസി, 1700 ഇടങ്ങളിലാണ് ഇപ്പോൾ USഉം അതേപോലെ തന്നെ ഇസ്രായേലും വിവിധ ദിവസങ്ങളിലായി ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ടെഹ്റാനിൽ അതിശക്തമായ സ്ഫോടനങ്ങളുടെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു കാഷ്വാലിറ്റീസ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. തസ്നീം ഏജൻസി ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അതിമാരകമായ ആക്രമണം വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളായ ഇസ്ഫഹാൻ, തബ്രീസ്, അതേപോലെ തന്നെ കും പോലെയുള്ള മേഖലകളിലെല്ലാം വലിയ ആക്രമണങ്ങൾ നടന്നിരുന്നു. കും എന്ന് പറയുന്നത് ഇറാനിലെ ആത്മീയ കേന്ദ്രം കൂടിയാണ്. പ്രധാനപ്പെട്ട വ്യക്തികളുടെ ശവകുടീരങ്ങളടക്കം നിലകൊള്ളുന്ന സ്ഥലം കൂടിയാണ്. അവിടെ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട സർക്കാർ ബിൽഡിംഗ് തകർത്തു എന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ കെട്ടിടമാണ്. കെട്ടിടം തകർന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് അവിടെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള, ഹാംനായിക്ക് പകരമുള്ള പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു നീക്കമായിരുന്നു നടന്നിരുന്നത്. ആ ഒരു യോഗം നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇറാൻ സർക്കാർ പറയുന്നത് ആ തരത്തിലുള്ള ഒരു ആക്രമണമല്ല ഉണ്ടായത്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ആ കെട്ടിടം തകർന്നു എന്നുള്ളത് ശരിയാണ് എന്ന് പറയുന്നു. ഏതായിരുന്നാലും ഇറാന്റെ ഭാഗത്തേക്ക് അതിമാരകമായ ആക്രമണങ്ങൾ നടത്തുന്നു. ഇനി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പുറമെ തന്നെ മിസൈൽ സിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ തകർക്കുക എന്നുള്ളതാണ്. അത് അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് നീണ്ട കാലത്തൊരു യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്, എന്നോ തയ്യാറായിട്ടുണ്ട്, അത് ഞങ്ങൾ തുടരും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഫ്രാൻസ് ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വേണമെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള ഒരു നിർദ്ദേശവുമായി വന്നിരിക്കുക. അതേപോലെ തന്നെ സ്പെയിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. നമ്മൾ കാണുന്നതാണ്, ഒരു പരമാധികാര രാജ്യത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് അറ്റാക്ക് നടക്കുമ്പോൾ എന്തുകൊണ്ട് ലോകം മൗനമായിരിക്കുന്നു എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ചെറിയ വാക്കുകൾ കൊണ്ടാണെങ്കിലും ഫ്രാൻസും അതേപോലെ തന്നെ സ്പെയിനും യൂറോപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ശബ്ദങ്ങൾ ഉയരുന്നു എന്നുള്ളത് നിർണായകമാണ്. അതേപോലെ ഇപ്പോൾ നൽകാവുന്ന മറ്റൊരു വിവരം, ഹാംനായുടെ അന്ത്യവിശ്രമ സ്ഥലം മഷ്ഹദിലായിരിക്കും എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഫാർസ് വാർത്താ ഏജൻസിയെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ്. 36 വർഷം രാജ്യത്തെ നയിച്ച 86 വയസ്സുള്ള ഹാംനായി ഒടുവിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഷ്ഹദിലായിരിക്കും. മഷ്ഹദ് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുമ്മിനെ പോലെ തന്നെ ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് സേവനം ഇപ്പോൾ ഇറാനിൽ ഉടനീളം തടസ്സപ്പെട്ടിരിക്കുകയാണ്, 4ാമത്തെ ദിവസവും. അതുകൊണ്ട് അവിടെ എത്രത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു വിവരം പുറത്തു വരുന്നില്ല. 1000-ലധികം വരുന്ന ആളുകൾ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, അമേരിക്കയിൽ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങളാണ്. അമേരിക്കയിൽ നീണ്ട യുദ്ധത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഡെമോക്രാറ്റ് പാർട്ടി അതിനെതിരെ വലിയൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇതൊരു കരയുദ്ധത്തിലേക്ക് കടന്നേക്കാം, അതേപോലെ തന്നെ അതിലും അപ്പുറത്തേക്കുള്ള ദിവസങ്ങൾ ഈ യുദ്ധത്തിനെടുത്തേക്കാം എന്നെല്ലാം പറയുമ്പോൾ അമേരിക്കക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന വലിയൊരു പ്രതിഷേധം ഡൊണാൾഡ് ട്രംപിൻ്റെ ക്യാമ്പ് തന്നെയാണ്, മാഗ ടീം തന്നെയാണ് ഈ ദീർഘകാല യുദ്ധത്തിനെതിരെയും വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക പോയി നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെയുമൊക്കെ ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ട്രംപിൻ്റെ പാർട്ടി തന്നെ ആ യുദ്ധം തുടങ്ങുന്നു, അതേപോലെ തന്നെ അത് നീട്ടിക്കൊണ്ടുപോകുന്നു, എത്ര കാലം വേണമെങ്കിലും നീണ്ടുപോകാം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം വലിയ വിമർശനത്തിന് ഇടയാക്കുകയാണ്. അതോടൊപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു ടീം ഇതിനെ നേരിടാനും രംഗത്ത് വരുന്നു. കഴിഞ്ഞ ദിവസവും ഇസ്രായേലിലേക്ക് ഇറാനിൻ്റെ
വലിയ മിസൈലുകൾ പോകുന്നത് നമ്മൾ കണ്ടു. മധ്യ ഇസ്രായേലിലാണ് ഈ മിസൈലുകൾ പതിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ യുദ്ധം ചെറിയൊരു രൂപത്തിലേക്ക് ഒതുങ്ങുന്നില്ല. വിവിധ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് 14 രാജ്യങ്ങളിലെ ആളുകൾ മടങ്ങണം എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ആ 14 രാജ്യങ്ങളെയും കൂടി ഇത് ബാധിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് US എംബസികളിൽ വരെ ഉള്ള ആളുകൾ മടങ്ങണം എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. സുഹൈൽ, ഇതിനകത്ത് നേരത്തെ സുഹൈൽ ഫ്രാൻസിന്റെയും ഒപ്പം തന്നെ സ്പെയിന്റെയും നിലപാട് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ സൈപ്രസിലേക്ക് കൂടെ ഇറാൻ ആക്രമണം വ്യാപിച്ച സ്ഥിതിക്ക് ബ്രിട്ടൻ കൂടെ ഇതിൽ പങ്കാളിയായേക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഒരു പക്ഷേ യുദ്ധക്കപ്പൽ അയച്ചേക്കും. പക്ഷെ അതിൽ തന്നെ കാര്യങ്ങളിൽ വ്യക്തതയില്ല. അതായത് ബ്രിട്ടന്റെ നിലപാടിൽ അമേരിക്കയ്ക്ക് അതൃപ്തിയുണ്ട് തുടങ്ങിയ വാർത്തകളൊക്കെ വന്നിരുന്നു. നിലവിൽ USഉം ഇസ്രായേലും മാത്രമാണ് ഈ ആക്രമണങ്ങളിൽ പങ്കാളിയായിരിക്കുന്നത്. ഉടനടി മറ്റൊരു രാജ്യം കൂടി ഇതിൽ പങ്കാളിയാകാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നുണ്ട്? ബ്രിട്ടൻ യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ബ്രിട്ടൻ കൂടി ഇതിൽ പങ്കാളിയാകണമെന്ന് വേണമോ അനുമാനിക്കാൻ സുഹൈൽ? എന്തായാലും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊപ്പം ഈ യുദ്ധത്തിൽ തങ്ങളില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ സൈപ്രസിൽ ബ്രിട്ടീഷ് സ്പേസുകളുണ്ട്, എയർ ബേസുകളുണ്ട്. ആ ബേസുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണം എന്നുള്ള ഒരു കാര്യമായിരുന്നു അമേരിക്ക ചോദിച്ചിരുന്നത്. പക്ഷേ അത് നൽകാൻ തയ്യാറാവില്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ചും ബ്രിട്ടൻ ഇപ്പോൾ ഇറാഖിൽ നടന്ന സദ്ദാം ഹുസൈനെ തകർത്ത ഇറാഖിൽ നടന്ന അധിനിവേശത്തിന്, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നടന്ന അധിനിവേശത്തിനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് തക്ക ഫലം ഞങ്ങൾ അനുഭവിച്ചു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് കെയർ സ്റ്റാമറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകാൻ ബ്രിട്ടനില്ല. പ്രത്യേകിച്ചും ബ്രിട്ടന്റെ ഉള്ളിൽ ആഭ്യന്തര തലത്തിലൊക്കെ ഉയർന്നു വരുന്ന അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്